മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറവും SNDP മാഹി യൂണിറ്റും GDPS മാഹിയും സംയുക്തമായി നടത്തുന്ന ഗാന്ധിഗുരു കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി ശ്രദ്ധേയരായ കേരളത്തിലെ ഒരു ഡസൻ ചിത്രകാരുടെ കൂട്ടായ്മയുടെ വർണ്ണരാജി ചിത്രകലാ ക്യാമ്പ് ഡിസംബർ 24-ന് മാഹി വോക്ക്വേ പാർക്കിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും 100 വർഷങ്ങൾക്ക് മുൻപ് വർക്കലയിൽ നടത്തിയ സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് മാഹി SNDP യൂണിറ്റും മാഹി ഗുരുധർമ്മ പ്രചാരണ സഭയും ചേർന്ന് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറത്തിന്റെ സഹകരണത്തോടെ മാഹിയിൽ വർണ്ണരാജി ചിത്രകലാ ക്യാമ്പ് നടത്തുന്നത്. ഡിസംബർ 24-ന് രാവിലെ 10 മണിക്ക് മാഹി പുഴയോര നടപ്പാതയിൽ ക്യാൻവാസ് കൈമാറി രമേശ് പറമ്പത്ത് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് ഉദ്ഘാടനം ചെയ്യും. ചൂരൈ ചന്ദ്രൻ മുഖ്യഭാഷണം നടത്തും. പ്രശസ്ത ചിത്രകാരന്മാരായ A. സത്യനാഥ, പ്രശാന്ത് ഒളവിലം, M. ദാമോദരൻ, പെരുന്തട്ട, സെൽവൻ മേലൂർ തുടങ്ങി 13ഓളം ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ സംബന്ധിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ സജിത്ത് നാരായണൻ, പ്രേമൻ കല്ലാട്ട്, സെൽവൻ മേലൂർ, പ്രശാന്ത് ഒളവിലം, K. സുരേന്ദ്രൻ, അശോക് KP, ഗംഗാധരൻ, C. രാജേന്ദ്രൻ എന്നിവർ അറിയിച്ചു. 1925 മാർച്ച് മാസം 12-ാം തീയതി വർക്കലയിലെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഗാന്ധിജിയെ ഗുരുവിനെ സന്ദർശിക്കുകയും ആ ഒരൊറ്റ കൂടിക്കാഴ്ച കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയും അതേപോലെ തന്നെ ഇന്ത്യ ആകമാനമുള്ള ഉച്ചനീതിത്വങ്ങൾക്കെതിരെയും അതേപോലെ അയിത്തോച്ചാടനത്തിനെതിരെയൊക്കെ സംഭവിച്ചതാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് നമുക്കറിയാം. ഗാന്ധിജിക്ക് സ്വാഭാവികമായും വർണ്ണവ്യവസ്ഥയുടെ കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം പാടെ മാറ്റപ്പെട്ടത് ഗുരുവിൻ്റെ സംഗമ കാഴ്ചയിലൂടെയാണ്. അദ്ദേഹവുമായി അന്ന് അവിടെ സംസാരിച്ച വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ കൂടിക്കാഴ്ച ശിവഗിരി പ്രത്യേകം തയ്യാറാക്കിയ ഗാന്ധി ആശ്രമത്തിലായിരുന്നെങ്കിലും രണ്ടാമത് ഒരു മാവും ചുവട്ടിലേക്ക് അവർ മാറിയിരിക്കുകയും ഈ വർണ്ണവ്യവസ്ഥിതി ശരിയാണ് എന്ന് സമർത്ഥിക്കുമാറ് സംസാരിച്ച ഗാന്ധിജിയോട് മാവിലെ ഇലകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വ്യത്യസ്തങ്ങളാണ് പല ഇലകളും, പക്ഷേ അതിൻ്റെയൊക്കെ നീര് രസം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു അതിന് ബദൽ വാദമുന്നയിച്ചത്. നമുക്കറിയാം, ഗാന്ധിജി അതിന് ശേഷം ഹരിജൻ നമ്മുടെ പത്രം ഉൾപ്പെടെ മറ്റനേകം പ്രവർത്തനങ്ങൾ ഹരിജന ജനങ്ങൾക്ക് വേണ്ടി നടത്തുകയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റി പിന്നീട് അത് സ്വതന്ത്രാനന്ദ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ ഭരണഘടനയിലടക്കം അംബേദ്കറിനും ഗാന്ധിജിയുമായി നടന്ന ചർച്ചകളിലൊക്കെ നമുക്കറിയാം, ചരിത്രം അറിയുമ്പോൾ അവസാനം അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായിട്ടുള്ള കാഴ്ചപ്പാട്. അത്തരം വളരെ സുപ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൻ്റെ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പ്രസക്തി, ഇന്നത്തെ കാലിക പ്രസക്തി എന്നിവയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വലിയ ഒരു രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനാണ്, അല്ലെ ചർച്ചയാണ്, ഒരു സംവാദമാണ് അന്നത്തെ ദിവസം 1925 മാർച്ച് 15 ഈ ലോകത്തിന് നൽകി. ഇന്ന് നിങ്ങൾക്കറിയാം, ഗാന്ധിസവും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആശയങ്ങളൊക്കെ വത്തിക്കാനും മറ്റും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ലോക മതസമ്മേളനങ്ങളും എല്ലാവരുടെയും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ദർശനം, ആ ഏകലോക മാനവികത എന്നൊരു ദർശനം എത്രമാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ആണെങ്കിലും സമൂഹത്തിൽ ഇന്ന് ഇവർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഇവർ നിർദ്ദേശിച്ച പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലായോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ